ആഴ്ചയിലുള്ളതായ ഈ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. കാരണം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ധനവാനായ മനുഷ്യനെ കുറിച്ചും ലാസറിനെ കുറിച്ചും ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇന്ന് സഭയായി ചിന്തിക്കുന്ന ഞായറാഴ്ച ചിന്താവിഷയം എന്ന് പറയുന്നത് ദൈവിക ദാനങ്ങളെ സന്തോഷത്തോടെ പങ്കിടുക. അതോടൊപ്പം ഇന്ന് ദശാംശ സമർപ്പണ ഞായറാഴ്ച കൂടെ സഭ വേർതിരിച്ചിരിക്കുകയാണ്. ദൈവിക ദാനങ്ങളെ സന്തോഷത്തോടെ പങ്കിടുക, ഷെയറിംഗ് ഗോഡ്സ് ഗിഫ്റ്റ് വിത്ത് ജോയ് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സഭ ഇത് പഠിപ്പിക്കുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനങ്ങളെ നാം മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ അത് സന്തോഷത്തോടു കൂടി ആയിരിക്കണം എന്ന് ഈ കാലഘട്ടത്തിൽ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പങ്കിടലിന്റെ അനുഭവം നിലച്ചു പോകുന്നതായ സാഹചര്യത്തിൽ, പങ്കിടലിന്റെ അനുഭവം നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യത്തിൽ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ദൈവിക ദാനങ്ങളെ മറ്റുള്ളവരുമായി സന്തോഷത്തോടു കൂടി പങ്കിടുക എന്നുള്ളത്. ഈ ഉപമയിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ രണ്ട് വ്യക്തിത്വങ്ങളെ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, അരുണിയാർന്ന വസ്ത്രങ്ങൾ ധരിച്ച് ആഡംബരത്തിന്റെ കൊടുമുടിയിൽ ജീവിക്കുന്നതായ, മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും വിരുന്നുകൾ സൽക്കാരങ്ങളൊക്കെ ഒരുക്കിയിരുന്നതായ ധനവാനായ മനുഷ്യൻ. മറ്റൊന്ന്, പരിക്കുകളോടെ വ്രണങ്ങളോടെ കിടന്നിരുന്നതായ, അവന്റെ പടിവാതിൽക്കൽ കിടന്നിരുന്നതായ, അവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കഴിച്ച് ഭക്ഷിച്ച് ജീവിച്ചിരുന്നതായ ലാസറിന്റെ എന്ന ദരിദ്രനായ മനുഷ്യനെ ഇവിടെ വരച്ചു കാണിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി. ഇരുവരും മരണപ്പെടുന്നു, അതിന് യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ഇരുവരുടെ മരണശേഷമുള്ള ജീവിതം വ്യത്യസ്തമാണ് എന്ന് ഇവിടെ വരച്ചു കാണിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അനന്തരം ലാസർ അബ്രഹാമിന്റെ മടിയിലും ധനവാനായ മനുഷ്യൻ പാതാളത്തിന്റെ പീഡനങ്ങളുടെ മധ്യത്തിലുമായി തീരുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഭയപ്പെടുത്തൽ ഉളവാകുന്നതിന് ഇടയായിത്തീരുന്നുണ്ട്. എന്നാൽ ഇത് ഒരിക്കൽ നമ്മെ ഭയപ്പെടുത്തുവാനായിട്ടല്ല, മറിച്ച് ഈ ഭൂമിയിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ദാനങ്ങളെ, അനുഗ്രഹങ്ങളെ നാം എങ്ങനെ വിനിയോഗിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനായി 3 ചെറിയ ചിന്തകളുമായി പങ്കുവച്ച് എന്റെ വാക്കുകളെ വളരെ വേഗം ചുരുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ഉപമയിൽ ധനവാന് ലഭിച്ച സമ്പത്തോ ആഡംബരങ്ങളോ ഒന്നും ഒരു പാപമായി യേശുക്രിസ്തു ഇവിടെ വരച്ചു കാണിക്കുന്നതിന് ഇടയായി തീരുന്നില്ല. എന്നാൽ തനിക്ക് ലഭിച്ചതായ സമ്പത്തിനെ തന്റെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് എന്നും, ആ സമ്പത്ത് സ്വന്തം സന്തോഷത്തിന് വേണ്ടിയാണ് എന്നുമുള്ള ധനവാന്റെ ചിന്താഗതിയാണ് ഇവിടെ ക്രിസ്തു ചോദ്യം ചെയ്യുന്നതിന് ഇടയായി തീരുന്നത്. നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ കൈവശമുള്ള സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ സമയം, ഇവയെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ളത് നാം പലപ്പോഴും മറന്നു പോകുന്നതിന് ഇടയായി തീരുന്നു. നമ്മൾ ആരും ഇതിന്റെ ഒന്നും ഉടമസ്ഥരല്ല എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി ജീവിക്കുവാനായിട്ടാണ് ഈ ഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വിചാരകന്മാർ മാത്രമാണ് നാം ഓരോരുത്തരും എന്ന് നമുക്ക് എപ്പോഴും ഓർമ്മിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമെന്ന് എണ്ണുവാൻ സാധ്യമാകുന്ന ജീവിതമായി മാറ്റപ്പെടണം. നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറയുവാൻ കഴിയുന്ന ജീവിതമായി മാറ്റപ്പെടണം. അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സ്റ്റുവർഡ്ഷിപ്പ്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ കാര്യവിചാരകന്മാരാണ് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 24-ന്റെ 1-ാം വാക്യം ഇപ്രകാരം പറയുന്നത്, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ദാനങ്ങളെ മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുവാൻ നാം വിസമ്മതിക്കുമ്പോൾ ദൈവത്തിന്റെ വിചാരകത്വം അവിടെ എന്ന ദൗത്യത്തിൽ നാം ഓരോരുത്തരും പരാജയപ്പെട്ടു പോകുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യവിചാരകത്തിൽ നാം പരാജയപ്പെട്ടു പോയാൽ, നമ്മുടെ വിശ്വസ്തനെന്ന് എണ്ണി കാര്യവിചാരകത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവം തന്നെ അവിടെ തോറ്റു പോകുന്നതിന് ഇടയായിരിക്കുന്നു. അതുകൊണ്ട് ആ ധനവാൻ തന്റെ പടിവാതിൽക്കൽ കിടന്നതായ ലാസറിനെ ഉപദ്രവിച്ചതായി വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ അവൻ ചെയ്ത പാപം ഉപേക്ഷയായിരുന്നു.
തന്റെ മുമ്പിൽ വിശപ്പോടെ വേദനയോടെ ഒരുവൻ കിടന്നപ്പോൾ അവനെ കാണുവാനും കേൾക്കുവാനും പരിചരിക്കുവാനും അവനോട് ചേർത്ത് പിടിക്കുവാനും കാണാതെ പോയ ഉൾക്കാഴ്ചയില്ലായ്മയുടെ ആ ഒരു ഉപേക്ഷയാണ് ധനവാന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. തന്റെ മുമ്പിൽ സഹായം അറിയിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന്റെ ദാനങ്ങൾ അവരുമായി പങ്കുവെക്കുവാൻ ഈ ധനവാനായ മനുഷ്യൻ തയ്യാറായില്ല എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പടിവാതിൽക്കലും ചിലർ ആവശ്യക്കാർ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. അങ്ങനെ കിടക്കുന്നതായ ചില ലാസന്മാരെങ്കിലും നാം പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ തിരിച്ചറിയാതെ തള്ളിക്കളയുന്നത് കാണുവാനായിട്ട് സാധിക്കും. അവരെ തിരിച്ചറിയുന്നതാണ് നമ്മെ കുറിച്ച് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള നമ്മുടെ വീട്ടുപടിക്കലും ചില ലാസന്മാരുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ തിരിച്ചറിവിലൂടെ മാത്രമേ ദൈവത്തിന്റെ ദാനങ്ങൾ അവരുമായി പങ്കുവയ്ക്കുന്ന മനസ്സിന് ഉടമകളായി തീരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുകയുള്ളൂ. രണ്ടാമതായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം മറ്റുള്ളവർക്കായി നമ്മുടെ ദാനങ്ങളെ നൽകുമ്പോൾ അത് വെറും കടമ തീർക്കുന്ന അടയാളമായി തീരരുത്. നമ്മുടെ കടമ തീർക്കുന്നതോ നമ്മുടെ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നോ ആകരുത്. മറിച്ച് സമൂഹത്തിൽ പേരെടുക്കുവാൻ ഒരിക്കലും നമ്മൾ ഒരു കാര്യം മറ്റുള്ളവന് വേണ്ടി ചെയ്യരുത്. മറിച്ച് ദൈവ സ്നേഹത്തോടുള്ള നമ്മുടെ നന്ദി സൂചകമായി ആ പങ്കുവയ്ക്കൽ തീരണം. ദൈവത്തോടുള്ള നന്ദി സൂചകമായി നമ്മുടെ പങ്കുവയ്ക്കൽ തീരുന്നിടത്താണ് ദൈവത്തിന്റെ ദാനം നമുക്ക് ലഭിച്ചു, അത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവച്ചു എന്ന് പറയുന്നതിന് ഇടയായി തീരുന്നത്. സന്തോഷത്തോടെ ചെയ്യുന്ന ദാനങ്ങളായി തീരണം എന്ന് നമ്മെ ക്രിസ്തു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് പങ്കുവയ്ക്കൽ ഭാരമല്ല മറിച്ച് സന്തോഷമാണ്. പങ്കുവയ്ക്കൽ ഭാരമല്ല മറിച്ച് സന്തോഷമാണ്. ഷെയറിംഗ് വിത്ത് ജോയ് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ധനവാൻ തന്റെ കൊട്ടാരത്തിൽ വലിയ വിരുന്നുകൾ തന്റെ പ്രഭുക്കന്മാർക്ക് വേണ്ടിയും തന്നോടൊപ്പമുള്ള സമൂഹത്തിലെ ആഡംബര ഉന്നതന്മാർക്ക് വേണ്ടിയും എപ്പോഴും നടത്തിയത് കാണുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. എന്നാൽ അതൊന്നും അവന് സന്തോഷമോ നിത്യജീവനോ നൽകിയില്ല എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവന്റെ കൊടുക്കലുകളിൽ ദൈവസ്നേഹം ഇല്ലായിരുന്നു. അവന്റെ കൊടുക്കലുകളിൽ ദൈവസ്നേഹം ഇല്ലായിരുന്നു. 2 കൊരിന്ത്യർ 9:7 പ്രകാരം പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തൻ മടിയോടെയല്ല നിർബന്ധത്താലുമല്ല തന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്ന് ഓർമ്മിക്കുകയാണ്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ പങ്കുവയ്ക്കൽ എന്ന് പറയുന്നത് ഒരു ഭാരമല്ല മറിച്ച് അത് സന്തോഷത്തിന്റെ അനുഭവമായി തീരണം. അത് ഒരു പദവിയാണ്. ദൈവ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു അവസരമാണ്. ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ കഴിയില്ല എങ്കിൽ നമ്മുടെ പക്കലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ട് സാധ്യമായി തീരുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ നാം ഓർക്കണം. നമ്മുടെ പക്കലുള്ള ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നുവെങ്കിൽ ദൈവം അവിടെ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ മതിയായവനാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് 2 അപ്പവും 5 മീനും ഉണ്ടായിരുന്നതായ ആ ബാലൻ ദൈവസന്നിധിയിൽ തനിക്കുള്ളതിനെ സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാൻ തയ്യാറായപ്പോൾ 5000-ഓളം വരുന്ന പേർക്ക് ഭക്ഷിച്ച് തൃപ്തരായി മടങ്ങി പോകുവാനായിട്ട് ഇടയായിരിക്കുന്നു. സന്തോഷത്തോടെയുള്ള പങ്കുവയ്ക്കൽ നമ്മുടെ വലിപ്പത്തിലല്ല, നമുക്ക് എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നതിലല്ല, ചെറിയ ഒരു കൈയായ പോലും അത് സന്തോഷത്തോടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആനന്ദത്തോടെ മറ്റൊരാൾക്ക് കൊടുക്കുവാൻ പങ്കിടുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ദൈവം തമ്പുരാൻ അതിനെയാണ് കണക്കിടുന്നത്. അത് നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കേണ്ടത്. ഇതാണ് എന്നോടും നിങ്ങളോടും ക്രിസ്തു പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഉള്ളതിന്റെ ഒരംശം സന്തോഷത്തോടെ പങ്കിടുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം അതിനെ അത്ഭുതങ്ങളുടെ കലവറയാക്കി മാറ്റും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ഉപമയുടെ 2ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ഗൗരവമേറിയ വിഷയമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. മരണശേഷം ധനവാൻ അബ്രഹാമിനോട് യാചിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. തന്റെ സഹോദരന്മാരെ ഈ പീഡനത്തെ ഒക്കെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ലാസറിനെ ഭൂമിയിലേക്ക് അയക്കണം എന്ന് പറയുകയാണ്. എന്നാൽ അബ്രഹാം നൽകുന്നൊരു വലിയ മറുപടിയുണ്ട്. അവർക്ക് മോശയുടെയും പ്രവാചകന്മാരുടെയും വചനങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്
തിരുത്തലുകൾ വരുത്തേണ്ടത് ഇന്നാണ്. തിരുത്തലുകൾ വരുത്തേണ്ടത് ഇന്നാണ്. ദ urgency ഓഫ് നൗ. ഇന്നാണ് ഈ തിരുത്തലുകൾ സാധ്യമായി തീരേണ്ടത്. അത് നാളെയല്ല, ഇന്നലെയല്ല, മറ്റന്നാളല്ല, അത് ഇന്നാണ് സംഭവ്യമായി തീരേണ്ടത്. ഇവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. മരണത്തിന് ശേഷം യാതൊരു തിരുത്തലിനും അവസരമില്ല എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതും ദൈവത്തിന്റെ ദാനങ്ങൾ പങ്കുവയ്ക്കേണ്ടതും നാം ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ, അതായത് ഇന്നിന്റെ അനുഭവിക്കുക, നാം ഇതെല്ലാം പങ്കുവയ്ക്കേണ്ടത്. കാരണം നാളെ നമ്മുടെ കയ്യിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയൂല. നമുക്ക് അതിനെപ്പറ്റി ബോധവാന്മാരല്ല. അതുകൊണ്ടാണ് പറയുന്നത്, നന്മ ചെയ്യുവാൻ അവസരമുണ്ട്, നന്മ ചെയ്യുവാനായി സാധിക്കുന്നുവെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ധനവാന് നന്മ ചെയ്യുവാൻ ധാരാളം അവസരങ്ങൾ അവൻ